ഊർമിള. രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെ വിളനിലമാണെന്നത് തന്നെ. അതിലൊന്ന് ലക്ഷ്മണൻ്റെ ഭാര്യയായ ഊർമിളയാണ്. ജനക മഹാരാജാവിൻ്റെയും സുനയനയുടെയും മകളാണ് ഊർമിള. സീത, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവർ സഹോദരിമാരുമാണ്. സീതാ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ വനവാസകാലത്തെ കഥ കേട്ട നമ്മളൊക്കെ ഊർമിളയെ എത്ര തവണ ഓർത്തിട്ടുണ്ടാകും. ലക്ഷ്മണൻ ഒപ്പം വരണ്ട എന്ന് പറയുമ്പോൾ തൻ്റെ പതിയുടെ കർത്തവ്യങ്ങൾ യഥോചിതം പൂർത്തിയാക്കാൻ താൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച ഊർമിളയെ നമ്മൾ എങ്ങനെ മറക്കാനാണ്. വനവാസത്തിനിടയിൽ ഉറക്കം നഷ്ടപ്പെടുത്തി തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും കാവലിരിക്കാൻ നിദ്രാദേവിയെ ലക്ഷ്മണൻ പ്രാർത്ഥിച്ചൊരു കഥയുണ്ട്. നിദ്രാദേവി പ്രത്യക്ഷപ്പെട്ട് ലക്ഷ്മണനെ അനുഗ്രഹിച്ചുവെങ്കിലും പകരം ഈ ഉറക്കം മറ്റാരെങ്കിലും ഉറങ്ങി തീർക്കണമെന്ന് നിദ്രാദേവി അറിയിച്ചു അത്രേ. ലക്ഷ്മണൻ നിദ്രാദേവിയോട് തൻ്റെ ഭാര്യയായ ഊർമിളയോട് ഇപ്രകാരം സാധിക്കുമോ എന്ന് തിരക്കാൻ അറിയിക്കുന്നു. എന്നാൽ പൂർണ്ണ സമ്മതത്തോടെ ഊർമിള ആ ദൗത്യം ഏറ്റെടുക്കുന്നു. തൻ്റെ ഭർത്താവ് തിരികെ എത്തും വരെ ഊർമിള തൻ്റെ നിദ്ര തുടർന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിദ്രയെ ഊർമിള നിദ്രയെന്നും അറിയപ്പെടുന്നു. സമാനതകളില്ലാത്ത ത്യാഗം, ഭർത്താവിനോടുള്ള അളവറ്റ സ്നേഹം, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഊർമിളയെ ഇഷ്ടപ്പെടാൻ മറ്റെന്ത് വേണം?